അബീസ് ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉഴുന്ന് പൊടി അഥവാ ഇഡ്ഡലി പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉഴുന്ന്, സാമ്പാർ പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ. ആദ്യമായി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ആദ്യം വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. വെളുത്തുള്ളി, അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കുക. വെളുത്തുള്ളി ഒരു ചുമന്ന നിറമാകുന്നത് വരെ വറുക്കുക. ഇപ്പോൾ ദാ ചുമന്ന നിറമായി കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഉഴുന്ന് ചേർക്കേണ്ടത്. ഞാനിവിടെ 250 ഗ്രാം ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത്. ഉഴുന്ന് ചേർത്ത് നന്നായി വറുക്കുക. ഉഴുന്നിൻ്റെ നിറം ഒരു യെല്ലോ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. ഉഴുന്ന് ഒരു യെല്ലോ കളർ ആയതിനു ശേഷം അതിനോടൊപ്പം നമ്മുടെ സാമ്പാർ പരിപ്പ് ചേർക്കണം. സാമ്പാർ പരിപ്പ് ഒരു 50 ഗ്രാം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായി വറുക്കുക. അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം കായം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കഷ്ണം കായം മതി. കായം കൂടിപ്പോയാൽ കയ്പുണ്ടാവും. അതുകൊണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം കായവും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വറുത്തെടുക്കുക. അതിനോടൊപ്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി വറുക്കുക. അതിനുശേഷം ഒരു 10-15ഓളം വറ്റൽമുളക് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് വറ്റൽമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കണക്കിനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു 15ഓളം വറ്റൽമുളക് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ചെറിയ വറ്റൽമുളകാണ്. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കുക. ചേർത്ത് നന്നായി വറുത്തെടുക്കുക. മുളകിൻ്റെയൊക്കെ നിറം മാറുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്ത് മാറ്റിയതാണ് ഈ കാണുന്നത്. നമുക്ക് ദോശയോടൊപ്പവും ഇഡ്ഡലിയോടൊപ്പവും ഒക്കെ വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് ഉഴുന്ന് പൊടി. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഈ രീതിയിൽ പൊടിച്ചെടുക്കുക. ഉഴുന്നുപൊടി റെഡിയായി കഴിഞ്ഞു. വെളിച്ചെണ്ണ ചേർത്തോ ചേർക്കാതെയോ ദോശയോടൊപ്പമോ ഇഡ്ഡലിയോടൊപ്പമോ കഴിക്കാവുന്നതാണ്. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.